ആരോഗ്യ വകുപ്പിന്റെ വാർത്താക്കുറിപ്പ് എന്ന തരത്തിൽ ചില മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ BJP IT സെല്ലിന്റെ വാട്സ്ആപ്പ് ഫോർവേഡ് ആണെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് നൽകിയത് 9308.8 കോടി എന്ന് മാതൃഭൂമിയും, ആശാ വർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിന്റെ പരാജയം പഴിച്ച കേന്ദ്രം എന്ന് മനോരമയും, ആശമാരുടെ വേതനം മുടങ്ങുന്നതിന് കാരണം കേരളം വിശദീകരിച്ച് കേന്ദ്രം എന്ന് 24 ന്യൂസും കൊടുത്ത പത്രക്കുറിപ്പിന്റെ ഉറവിടം BJP IT സെല്ലാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. മുകളിൽ പറഞ്ഞ മാധ്യമങ്ങളല്ലാതെ വേറെ ആരും ഈ വാർത്താക്കുറിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്തിന്, വാർത്താ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് ഒരിടത്തും പറയുന്നുമില്ല. മന്ത്രാലയത്തിന്റെ സെക്രട്ടറിമാരുടെയോ മന്ത്രിമാരുടെയോ പേര് പോലും പരാമർശിക്കാതെയാണ് ഈ പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റുകളിലൊന്നും ഇത്തരമൊരു പത്രക്കുറിപ്പിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ ദിവസം BJPയുടെ MP സുരേഷ് ഗോപിയും BJPയുടെ ഘടകകക്ഷികളിൽ പലരും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസും മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഏതാണ്ട് അതേ ആരോപണങ്ങളാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റേത് എന്ന പേരിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പത്രക്കുറിപ്പിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന് കേന്ദ്രത്തെ പഴിചാരുകയാണെന്നും ഭരണപരാജയം മറച്ചുപിടിക്കാൻ കുറ്റം കേന്ദ്രത്തിന് മേൽ ചാർത്തുകയാണെന്നും ഈ കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. മോദി സർക്കാർ ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിക്കുന്നില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് കൂടുതൽ ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്നും എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ 26,000-ഓളം ആശാ വർക്കർമാരുടെ വേതനം 2 മാസം മുതൽ 6 മാസം വരെ കുടിശ്ശികയായി വെച്ചിരിക്കുകയാണെന്നും IT സെൽ മാധ്യമങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ച പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്താണ് യൂണിയൻ സർക്കാർ കേരളത്തിന് നൽകുന്ന ദേശീയ ആരോഗ്യ ദൗത്യത്തിലെ പണം? അത് ആശമാരുടെ ആനുകൂല്യം 21,000 രൂപയായി ഉയർത്താനുള്ള പണമാണോ? അതിനുള്ള അനുവാദം നദ്ദ സുരേഷ് ഗോപി വഴി കൊടുത്തയച്ചിട്ടുണ്ടോ? എന്താണ് ഇതിലെ വസ്തുത? സോഷ്യോളജിസ്റ്റായ ഗോപകുമാർ മുകുന്ദൻ പറയുന്നത് നമുക്ക് വായിക്കാം. ദേശീയ ആരോഗ്യ ദൗത്യത്തിനുള്ള വാർഷിക അലോക്കേഷൻ ഈ 5 ഘടകങ്ങൾക്കും കൂടിയുള്ള ആകെ പണമാണ്. ഇതിൽ 60% യൂണിയൻ സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കണം. ഇതാണ് സ്കീം. നടപ്പ് സാമ്പത്തിക വർഷത്തെ NHM വകയിരുത്തലുകൾ യൂണിയൻ മന്ത്രാലയത്തിന്റെ റെക്കോർഡ് ഓഫ് പ്രൊസീഡിംഗ്സിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഈ പട്ടിക. 2024-25 അംഗീകൃത NHM റിസോഴ്സ് എൻവലപ്പ് 1368.63 കോടി രൂപയാണ്. അതിൽ 821.18 കോടി രൂപയാണ് യൂണിയൻ സർക്കാർ വിഹിതം. 547.45 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണ്. ഈ യൂണിയൻ സർക്കാർ വിഹിതത്തിൽ എത്രയാണ് ഇൻസെന്റീവ് എന്നും ആ പട്ടികയിലുണ്ട്. 59.14 കോടി രൂപ, അതായത് 26,000-ലധികം ആശമാർക്ക് ഒരു കൊല്ലം NHM അനുവദിക്കുന്ന കാശ് ഇതാണ്. NHM വകയിരുത്തൽ മുഴുവൻ ആശമാർക്കുള്ള ആനുകൂല്യമാണ് എന്ന് പച്ചക്കള്ളം എഴുന്നള്ളിക്കാൻ RSSകാർക്ക് അവസരമുണ്ടാക്കി കൊടുത്താൽ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് മറക്കരുത്. യൂണിയൻ മാനദണ്ഡ പ്രകാരം ആശമാർ എന്താണെന്ന് NHM വെബ്സൈറ്റിലുണ്ട്. എന്താണ് ആശാ വർക്കർ? ട്രെയിൻഡ് ഫീമെയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ ഓർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അവർക്ക് എന്ത് കിട്ടും? The Ashas will receive performance-based incentives for promoting universal immunization, referral and escort services for reproductive and child health and other healthcare programs and construction of household toilets. ഇത് മാറി അവരെ തൊഴിലാളികളായി നിർവചിച്ച് തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കണം. അല്ലാതെ സുരേഷ് ഗോപിയെ കൊണ്ട് ഈ പിപ്പിടി കാണിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഈ വകയിരുത്തലിൽ 2024 നവംബർ വരെ ലഭിച്ച യൂണിയൻ വിഹിതം അടുത്ത പട്ടികയിലുണ്ട്. അത് സംസ്ഥാനം സമർപ്പിക്കുന്ന ഫാക്ട് ഷീറ്റ് അഥവാ റിപ്പോർട്ടിൽ കിടപ്പുണ്ട്. നവംബർ വരെ കിട്ടിയത് 636 കോടി രൂപ. ഇപ്പോൾ എത്ര കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരു 928 കോടി രൂപയുടെ കണക്ക്. അവിടെയാണ് മികച്ച തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാതൃകയാക്കി വളരാൻ വേണ്ടി ഒരു ഹെൽത്ത് ഗ്രാന്റ് ശുപാർശ ചെയ്തിരുന്നു. അത് അൺകണ്ടീഷണൽ ആയിരിക്കുമെന്നാണ് ധനകമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്തൊക്കെയോ എഴുതി വെച്ചില്ല എന്ന് പറഞ്ഞ് കേരളത്തിന് ഈ ഗ്രാന്റ് തടഞ്ഞു വെച്ചു. അതിന്റെ കണക്ക് അടുത്ത പട്ടികയിലുണ്ട്. 2021-22 പണം അടുത്ത വർഷമാണ് തരുന്നത്. 2022-23 പണം 23-24 24-25 തരുന്നത്. അതിൽ ആശമാരുടെ ഇൻസെന്റീവ് ഉണ്ടല്ലോ. 21-22 15 കോടിയും 22-23 13 കോടിയും. ഇതും ഓരോ വർഷം വൈകി കിട്ടിയപ്പോഴും കേരളം അത് കുടിശ്ശികയിട്ടോ? ഇല്ല, കയ്യിൽ നിന്നും കൊടുത്തു. ഇപ്പോഴും അതല്ലേ ചെയ്തത്. 2024-25 ധനകമ്മീഷൻ അവാർഡ് പ്രകാരമുള്ള ഹെൽത്ത് ഗ്രാന്റ് പിടിച്ചുവെച്ചു. അതിൽ എന്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് അറിയില്ല. അപ്പോഴും ആശമാർക്ക് കുടിശ്ശികയില്ല എന്നത് മറക്കരുത്. കുടിശ്ശികയല്ലല്ലോ പ്രശ്നം, ഉയർന്ന വേതനമല്ലേ. ഇപ്പോൾ ആകെ യൂണിയൻ സർക്കാർ നൽകുന്ന 1,800 രൂപ ഗണ്യമായി ഉയരണം എന്ന ശരിയായ ആവശ്യത്തെ ഗിമ്മുക്കുകൾ കൊണ്ട്
പൂട്ടിപ്പിക്കാൻ RSSന് വഴിയൊരുക്കി കൊടുക്കുകയാണ് SUCI ചെയ്യുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്ന സമാന്തര സംവിധാനം ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ കൂടുതൽ ആഴത്തിൽ ജനകീയ ചർച്ച ഉയരേണ്ട മറ്റൊരു വിഷയമാണെന്നും ഗോപകുമാർ പറയുന്നു. വസ്തുതകൾ ഇതായിരിക്കെയാണ് BJP IT സെല്ലിന്റെ വാർത്താക്കുറിപ്പ് ഔദ്യോഗികമെന്ന വ്യാജേന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതായത് കേരളത്തെ ദുരന്തത്തിൽ പോലും ക്രൂരമായി അവഗണിക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്ക് പണം തരാതെ പിടിച്ചു വെക്കുന്ന RSSനും അവരുടെ സർക്കാരിനും മാധ്യമങ്ങൾ വഴി ഒരു കൈസഹായം.